ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എൻ്റെ കസിൻ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു ഒരു 4-5 ദിവസം. അപ്പം എനിക്ക് അവൾക്ക് ഫുള്ളായിട്ട് ഒരു ട്രിവാൻഡ്രം സദ്യ ട്രൈ ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ LPG ഗ്യാസ് ഇഷ്യൂവിൽ പഴയിടത്തിൽ ഒരു സദ്യ ചുമ്മാ മീൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മദേഴ്സ് വെജ് പ്ലാസ ആയിരുന്നു നമ്മളുടെ അത് ഓപ്ഷൻ. അപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ പോയുള്ളായിരുന്നു. എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മദേഴ്സ് വെജ് പ്ലാസയിൽ ഇങ്ങനെ ഇരുന്ന് സദ്യ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കൊണ്ടുവന്ന് കറികളൊക്കെ വിളമ്പി 4 തരം അച്ചാറുണ്ടായിരുന്നു, 4 തരം കിച്ചടി ഉണ്ടായിരുന്നു, പിന്നെ അവിയൽ, തോരൻ, കൂട്ടുകറി, എരിവ് കറി ഉണ്ടായിരുന്നു, പിന്നെ ചിപ്സ്, ശർക്കര വരട്ടി, മുളക്, ഒരു ചെറിയ പരിപ്പ് വട, പിന്നെ പപ്പടവും പഴവും ആണ് നേരത്തെ ഫസ്റ്റ് സെർവ് ചെയ്ത്. പിന്നെ ചോറ് വിളമ്പി. എനിക്ക് ട്രിവാൻഡ്രം സദ്യയാണ് ഏറ്റവും ഇഷ്ടം, പക്ഷേ ഇഞ്ചമ്പുളി മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് ഇഞ്ചമ്പുളി തൃശ്ശൂർ സൈഡിലത്തെ ഇഞ്ചമ്പുളിയാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് സദ്യ ആയിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ട്രിവാൻഡ്രം സദ്യയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൂട്ടാനായാലും വിളമ്പുന്ന രീതി ആയാലും എല്ലാം, ഇൻ ദ സെൻസ് ലൈക്ക് ഒരു വേ ഓഫ് ഈറ്റിംഗ് ഉണ്ടല്ലോ. ഫസ്റ്റ് ചോറ് കഴിക്കും, പിന്നെ പായസം കഴിക്കും, പിന്നെ തിരിച്ച് ചോറ് കഴിക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ട് തോന്നാറുണ്ട്. പരിപ്പ് കൊണ്ടെന്ന് ഒഴിച്ച് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് പരിപ്പും നെയ്യും ചോറും പപ്പടവും സദ്യയിൽ കഴിക്കുന്നത്. അപ്പോൾ ഞാനത് തുളസിയുടെ അടുത്തും പറയാമായിരുന്നു, ഇത് കഴിച്ചൊക്കെ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ്. ബിക്കോസ് എന്നെ സമ്മതിച്ച് പേഴ്സണലി ട്രിവാൻഡ്രം സദ്യ ഈസ് ബെറ്റർ ദാൻ ഞാൻ കഴിച്ചിട്ടുള്ളത് തൃശ്ശൂർ സദ്യ മാത്രമേ ഉള്ളൂ. സോ അത് രണ്ടേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് രണ്ടിലും എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടം ട്രിവാൻഡ്രം സദ്യയാണ്. പരിപ്പും ചോറും കഴിച്ച ഒരു സന്തോഷമാണ് ആ മുഖത്തിൽ കാണുന്നത് നിങ്ങൾ. പിന്നെ മറ്റേ കൂട്ടാനൊക്കെ ട്രൈ ചെയ്ത് എല്ലാം കൊള്ളായിരുന്നു. എല്ലാം ആക്ച്വലി ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇഞ്ചമ്പുളി മാത്രം അങ്ങ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല ജനറലി അതെനിക്ക് നോർമലി തന്നെ ഇഷ്ടമല്ല. പിന്നെ ഇവരുടെ അവിയൽ എനിക്ക് ജനറലി അത്ര വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടെ പിന്നെ ഒരു പഴം കിച്ചടിയോ അങ്ങനെ, പഴം കിച്ചടി സൂപ്പറായിരുന്നു. പിന്നെ അവിടെ ഒരു വൈറ്റ് ഓലനാണോ കിച്ചടിയാണോ എനിക്ക് അറിഞ്ഞൂടാ, കിച്ചടി ആണെന്നാണ് തോന്നുന്നത്. തൈരിൻ്റെ ടേസ്റ്റൊക്കെ വന്ന പോലെ ഉണ്ട്. പിന്നെ മറ്റേ ഒരു ഓറഞ്ചിഷ് ലൈറ്റ് യെല്ലോയിഷ് കളറിലൊരു കിച്ചടി ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാം സദ്യയിൽ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ കൊള്ളാം. പക്ഷേ ഈ പഴം കിച്ചടി ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ്, പിന്നെ അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാമ്പാർ വന്നു, സാമ്പാറായിട്ട് കഴിച്ച്. സാമ്പാറും ഭയങ്കര നല്ലതായിരുന്നു, നല്ല തിക്ക് സാമ്പാറായിരുന്നു. പിന്നെ 4 തരം പായസങ്ങളുണ്ടായിരുന്നു: പാലട, പരിപ്പ്, ഗോതമ്പ് ആൻഡ് സേമിയ ആൻഡ് ബോളി. ഞാൻ 3 കഴിച്ചുള്ളൂ. ഇൻ ദ സെൻസ് പരിപ്പ് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്തില്ല, എനിക്ക് അത്രയും ഗോതമ്പ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. മറ്റേ 3 പായസം വാസ് വെരി ഗുഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിച്ചില്ല. പിന്നെ ഞാൻ ചുമ്മാ പുളിശ്ശേരിയും രസവും മോരും ചുമ്മാ കുടിച്ചേ ഉള്ളൂ. പായസം കഴിഞ്ഞ ഉടനെ അതെടുത്ത് കുടിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി സോൾട്ടി ആയിട്ട് തോന്നി. പക്ഷെ പിന്നെ കുറേ അച്ചാറൊക്കെ കഴിച്ചാൽ പിന്നെ കറക്റ്റായിട്ട് തോന്നി. സോ എനിക്ക് എക്സാക്ട്ലി അറിഞ്ഞൂടാ എങ്ങനെയാണെന്ന്, പക്ഷെ ഇറ്റ് വാസ് നൈസ്. സോ ട്രിവാൻഡ്രത്ത് ഉണ്ടെങ്കിൽ എന്തായാലും ഇഫ് യു ഓൾ വിസിറ്റ് ട്രിവാൻഡ്രം, പ്ലീസ് മദേഴ്സ് വെജ് പ്ലാസ ഒരു മസ്റ്റ് ട്രൈ വിസിറ്റ് ആയിട്ട് ഇടണം. ഇറ്റ് ഈസ് എ ഡിലീഷ്യസ് മീൽ ആൻഡ് എ മസ്റ്റ് ട്രൈ ഇൻ ട്രിവാൻഡ്രം എന്ന് ഞാൻ എന്തായാലും പറയും. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നല്ല അത്യാവശ്യം ക്ലീനൊക്കെയാണ് സ്ഥലം, ഇരുന്ന് കഴിക്കാം. ഭാഗ്യത്തിന് ഞങ്ങൾ പോയപ്പോൾ വലിയ വെയിറ്റിംഗ് ഇല്ലായിരുന്നു, നമുക്ക് വേഗം തന്നെ സീറ്റ് കിട്ടി. ഞങ്ങൾ വേഗം തന്നെ കഴിച്ച് ഇറങ്ങുകയും ചെയ്ത്. ആൻഡ് ഇവിടെ 365 ഡേയ്സും നമുക്ക് സദ്യ കിട്ടും. സോ അതാണ് അതിൻ്റെ പ്ലസ്. 4 പായസമൊക്കെ വെച്ച് സദ്യ എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. So anyways, please do visit if you all can, and thank you so much for supporting us. Keep supporting. Thank you so much.